പറയട്ടെ, അതിൻ്റെ മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം കിട്ടും. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ തൈലം അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ പ്രാർത്ഥനയോടെ തരുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ നിങ്ങൾ പ്രാർത്ഥന ചൊല്ലി അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, അവർ തിന്മയുടെ മുകളിൽ കൂടെ എന്തു പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ, അവർ പഠിക്കുന്ന സ്കൂളിൽ, കോളേജിൽ, കൂട്ടുകെട്ടിലൊക്കെ തിന്മയുണ്ട്, കൂട്ടുകെട്ട് മോശമാണെന്നൊക്കെ പറഞ്ഞാലും അതിലൊന്നും അവരുടെ കാൽപാദം പോലും താണു പോകത്തില്ല. അവരുടെ സ്ഥാനം അതെല്ലാം, അവിടെ എന്തൊക്കെ പ്രയാസമുണ്ടെന്ന് നിങ്ങൾ കേട്ടാലും, അവിടെ എന്തെല്ലാം വെല്ലുവിളികളുണ്ടെന്ന് കേട്ടാലും, അഭിഷേകത്തിൻ്റെ നിഴലുള്ള, അഭിഷേകത്തിൻ്റെ അനുഗ്രഹം നെറ്റിയിലുള്ള ആ കുഞ്ഞിന്, ആ വ്യക്തിക്ക്, ആ മകൻ, ആ മകൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുവാൻ അധികാരം ദൈവം തന്നോണ്ടിരിക്കും. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിച്ചു നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനമാണ്. എല്ലാ ദിവസവും ഒരു പ്രിയപ്പെട്ട പള്ളിയിലെ ഒരാൾക്ക് വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കത് പ്രാർത്ഥനയോടെ മേടിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ കരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ പറയണം, കർത്താവേ, എൻ്റെ ഈ കരം കുറവുള്ളതാ, പാപിയാണ്, പക്ഷെ എൻ്റെ കരത്തെ ദൈവകരങ്ങളാക്കി മാറ്റണം. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തെ ദൈവശബ്ദം പോലെ എൻ്റെ വീട്ടിൽ മുഴങ്ങണം. പ്രാർത്ഥിക്ക്. നിങ്ങൾ ചില മാറ്റങ്ങൾ കാണും, നിങ്ങൾ തന്നെ ചില അടയാളങ്ങൾ കാണും. ഞങ്ങൾ പോയ സ്ഥലത്ത് കണ്ടിട്ടില്ലാത്ത നാട്, കേട്ടിട്ടില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത വ്യക്തികൾ സാക്ഷ്യം പറയാൻ ഓടി വന്നിട്ട് പറയുവാണ്, അച്ഛാ, ഇതെൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് ഫാദറിൻ്റെ ആ ഡെയിലി ബ്ലെസ്സിങ്ങിലായി 21-ാം തീയതി ഒരു പ്രസംഗം പറഞ്ഞില്ലേ, ഒരു പ്രസംഗം. എൻ്റെ ഭർത്താവ് അന്ന് കുടി നിർത്തിയതാണ്. ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ. നിനക്ക് വചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം നിനക്ക് തരുന്നത് നിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന തിന്മകളുടെ മേൽ ജീവിക്കാനുള്ള അധികാരമാണ്. അധികാരം, ശക്തി. ഹല്ലേലൂയ. ഞാൻ ധ്യാനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ വന്നു. അവർ പ്രാർത്ഥിക്കാനായി വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അവർ പറഞ്ഞത് ശരീരത്തിൻ്റെ കുറച്ച് പ്രതിസന്ധികളെക്കുറിച്ചാണ്, വേദനയെക്കുറിച്ചാണ്, അവരുടെ ശരീരത്തിലുണ്ടായ ചില മുഴകളെക്കുറിച്ചാണ്. ഡോക്ടർമാർ അത് ഒരു അല്പം പേടി പറഞ്ഞു, അല്പം ടെൻഷൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഭർത്താവ് പറയുവാണ്, അച്ചോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. ഞാൻ ഫാദറിനെ വിളിക്കാമെന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ധ്യാനത്തിന് വരാൻ പറ്റുമെന്ന് ഡേറ്റ് ചോദിച്ചാണ് വന്നത്. ഞാനൊരു കള്ളുകൂടിയനായിരുന്നു, ഭയങ്കര മോശ സ്വഭാവമായിരുന്നു. ഇവിടെ പിണങ്ങിപ്പോയി, ഇവിടെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അന്ന് ഞാൻ എൻ്റെ ഫോണുമായി ഞാൻ കുളിക്കാനായി ബാത്റൂമിൽ കയറി. ഞാൻ ഫാദറിൻ്റെ ഒരു പ്രസംഗം ആ സോപ്പ് പൊട്ടി വെക്കുന്ന സ്ഥലത്ത് ഓണാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ തുടങ്ങി. ആ ബാത്റൂമിലിരുന്ന് ഫാദർ പ്രസംഗിച്ച ഒരു വചനം ഞാൻ അവിടുന്ന് കേട്ടത്. അന്ന് ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിൽ തോന്നി, ഇനി കുടിക്കണ്ടെന്ന്. അന്ന് ഞാൻ നിർത്തിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ജീവിതമുള്ളത്. അന്ന് തൊട്ടാ ഞാൻ കുടുംബത്തിലൊരു സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനമുള്ളത്. ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ കെട്ടുകഥ പറയുവല്ല, ഞാൻ ഒരു ഭാവനയിൽ സംഭവം പറഞ്ഞതല്ല. അത്ഭുതമായി തോന്നി. അയാൾ ജീവിതം മാറി. അദ്ദേഹം പറഞ്ഞു, ഇപ്പം എനിക്ക് വീടായത്, കുടുംബമായത്, സന്തോഷമായത്. ഞാനിങ്ങനെയാണ് ഫാദറിൻ്റെ പ്രസംഗം കേട്ടോ. ഞങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. അത് തരുന്നത് നിനക്കൊരു അഭിഷേകമാണ്. എൻ്റെ വചനമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എൻ്റെ ആശയമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് അവിടെ പ്രവർത്തിച്ചത്. എന്റെ വചനങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല, എന്റെ വചനത്തിന് ശക്തിയൊന്നുമില്ല. ദൈവത്തിന്റെ വചനത്തിലാണ് അവിടെ ശക്തിയുള്ളത്. ദൈവത്തിന്റെ വചനമാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, വ്യക്തിയെ മാറ്റുന്നത്. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം 20-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുവാണേ, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒന്നും ഉപദ്രവിക്കുകയില്ലെന്ന്. അതാ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ, ഇത് +2 SLC പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിച്ചു വിടുമ്പോൾ
ലോകത്തിൻ്റെതായതൊന്നും അവരെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ. 10 വർഷത്തിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാ ദിവസവും അത് വേണം. ആമേൻ. ആദ്യം അങ്ങനെ ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എല്ലാ ദിവസവും അത് വേണം. ഈ വചനം സത്യമാണ്, എഴുതിയിരിക്കുകയാണ്. ഒന്നും അവരുടെ ജീവനെ, ജീവിതത്തെ, ഭാവിയെ, വിദ്യാഭ്യാസത്തെ, വീടിനെ, സാഹചര്യങ്ങളെ, സാമ്പത്തികത്തെ, ഈ അനുഗ്രഹത്തിലാണോ നിൽക്കുന്നത്? ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒന്നും നിങ്ങളുടെ വീടിനെ ഉപദ്രവിക്കുകയില്ല. ഒന്നും നിങ്ങളുടെ സമ്പത്തിനെ ഉപദ്രവിക്കുകയില്ല. ഒന്നും നിങ്ങളുടെ ശരീരത്തെ ഉപദ്രവിക്കുകയില്ല. ഒരു മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രക്രിയ ചെയ്തവന്റെയോ പ്രവർത്തികൾ ഒന്നും വില പോകത്തില്ല. ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലര് പറയില്ലേ, നിന്റെ തലയിലെഴുത്ത് മോശമാണ്. തലയിലെഴുതും, ആരെങ്കിലും തലയെഴുതി നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല ഇതുവരെയായിട്ട് എഴുതിയത്. പക്ഷെ നമ്മളെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട്. നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്, മന്ത്രവാദി എഴുതിയിട്ടുണ്ട്, നമ്മളെക്കുറിച്ച് കൂടോത്രക്കാർ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ പറഞ്ഞതും മനുഷ്യൻ എഴുതിയതുമല്ല നിന്റെ ജീവിതത്തിൽ നടക്കുക. ദൈവം പറഞ്ഞതും ദൈവം നിന്നെ കുറിച്ച് എഴുതിയതുകൊണ്ട്. ചുമ്മാതാണേലും പറയും നിന്റെ തലയിലെഴുത്ത് മോശമാണ്. ആ വാക്കിനകത്ത് എന്തോ ഒരു കഥയുണ്ട്, ഒരു കാര്യമുണ്ട്, എന്തോ എഴുത്തുണ്ട്. ചുമ്മാതെ വായി വന്നൊരു പൊട്ടവാക്കല്ലത്. ദൈവം ഓരോരുത്തർക്കും എഴുതിയിട്ടുണ്ട് ചിലത്. പക്ഷെ നീ ഉഴപ്പിയാൽ അത് മാഞ്ഞു പോകും. നല്ല പ്രായത്തിൽ എത്തേണ്ട സ്ഥാനമുണ്ട്, നേടിയെടുക്കേണ്ട വിജയമുണ്ട്. അന്നേരം കാള കളിച്ച് നടന്നാൽ, കൂട്ടുകൂടി നടന്നാൽ, ഫോണിന് അഡിക്റ്റ് ആയാൽ, ശ്രദ്ധിക്കാതെ ജീവിച്ചാൽ ദൈവം നിന്നെക്കുറിച്ച് എഴുതി വച്ചത് നീ പോലും അറിയാതെ മാഞ്ഞു തേഞ്ഞു പോവും. എന്നാൽ നീ ദൈവവിചാരത്തോടെയാണ് നീ നടക്കുന്നതെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് എഴുതിയത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. ചിലര് പറയാറുണ്ട് നല്ല തലവരെയുള്ള കൊച്ചാന്ന്. തലവരയിൽ ഉഴപ്പിപ്പോയിട്ടില്ല. ദൈവവിചാരത്തോടെ നീങ്ങിയത് കൊണ്ട് ആ വ്യക്തി വിജയിച്ചത്. സാധാ മനുഷ്യന്റെ വാക്കുകളാണ് തലയിലെഴുത്ത്, തലയിൽ വരാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയുവാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നും ഉപദ്രവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിന്റെ മേൽ വേണം. ഒരിക്കലും ചിന്തിക്കരുത് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവര് പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നീ എവിടെയും എത്തത്തില്ലെന്ന്, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടിയാലെന്ന്, എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കഴകത്തില്ലാത്തവനാണെന്ന്. പക്ഷെ അതൊന്നുമല്ല ജീവിതത്തിൽ നടന്നത്. വലിയ അറിവുള്ള ഗുരുക്കന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് നീ രക്ഷപ്പെടത്തില്ലെന്ന് എന്നോട്. പക്ഷെ മനുഷ്യൻ ആര് പറഞ്ഞാലും അതല്ല നടക്കുന്നത്. ദൈവം പറഞ്ഞതും ദൈവം നിന്നെ കുറിച്ച് എഴുതിയതും നിന്നിലും നിന്റെ കുടുംബത്തിലും നടക്കും. ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ ആൾക്കും ആയുസ് കുറവാണ്, ഞങ്ങളെല്ലാവരും പെട്ടെന്ന് മരിച്ചു പോകും. അതാരാ നിന്നോട് പറഞ്ഞത്? അത് അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞതാണ്. വേറെ ആരാ നിന്നോട് പറഞ്ഞത്? അത് നിന്റെ കുടുംബക്കാർ പറഞ്ഞതാണ്. അതേ നടക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് നിന്നെ തളർത്തും. എന്നാൽ നിങ്ങൾ പറയണം, അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അസൂയക്കാരൻ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, മന്ത്രവാദി പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, കൈനോട്ടക്കാരൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതും ദൈവം എഴുതിയതും എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. വിശ്വസിക്കുന്നു. അതൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഒന്നും, ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. ഒന്നും എന്ന വാക്ക് ഒരു 2 അക്ഷരമേ ഉള്ളൂ, പക്ഷെ ജീവിതത്തോളം ആഴമുണ്ട്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒന്നും, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടവും വരികയില്ല. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്നും അതിനെ കയറി തകർക്കുകയില്ല. നിങ്ങൾ ഒരു അനുഗ്രഹത്തിലാണോ നിൽക്കുന്നത്? നിങ്ങളുടെ 5 പൈസ ഒരുത്തം പറ്റിച്ചോണ്ട് പോവുകയല്ല. നിങ്ങളുടെ 1 ലക്ഷം രൂപ പലരും പറയില്ല, ഞങ്ങളുടെ പൈസ പറ്റിച്ചോണ്ട് പോയി, ഞങ്ങളുടെ പൈസ ഇപ്പൊ വായ്പ കൊടുത്ത ഇപ്പൊ തരുന്നില്ല പുള്ളി, ഇപ്പൊ പുള്ളി ഫോൺ എടുക്കുന്നില്ല. എന്താ അങ്ങനെ ആലോചിക്കാതെ കൊടുത്തത്? എന്നതാ എന്തിനാ ആലോചിക്കാതെ കൊടുത്തത്? എന്തിനാ ആലോചിക്കാതെ ചെയ്തത്? ദൈവം നിനക്ക് ദൈവാനുഗ്രഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ നിന്നെ ആരും പറ്റിക്കാൻ ഇടവരികയല്ല, നിന്നെ ആർക്കും ചതിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നു. ഒരാൾക്ക് ചതിക്കാൻ ബൈബിൾ എഴുതിയിരിക്കണം, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയല്ലെന്ന്. വിശ്വാസത്തോടെ ഒന്ന് ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പറഞ്ഞ്, ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കും. ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല, ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. വിശ്വാസത്തിന്റെ വാക്കാ. അടുത്ത വചനം കൂടെ എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം, എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. അടുത്ത വാക്യം കേട്ടോ, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിന്റെ പേര്
വേറൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അവിടെ കയറി മായ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ എഴുതിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഫോണിലൂടെ, വാട്സപ്പ്, ഫേസ്ബുക്കിലൂടെ ഒക്കെ എഴുതി വിടും. അതൊക്കെ ഇഷ്ടം പോലെ എഴുതട്ടെ. പക്ഷേ വേറൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിന്റെ കൈ എത്തത്തില്ല, അത്രയും പൊക്കത്തിൽ അതിരിക്കുന്നത്. സ്വർഗത്തിൽ നിങ്ങളുടെ എൻ്റെ പേര് ഇവിടെയുള്ളവർ ഇട്ടതല്ലേ, അത് ആരിട്ടതായിക്കൊള്ളട്ടെ, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതും. എഴുതപ്പെട്ടിട്ട് പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. എഴുതപ്പെടും, എഴുതപ്പെടാം, നോക്കട്ടെ, പേന തെളിയുവാണ്, എഴുതാന്നല്ല, എഴുതപ്പെട്ടിരിക്കുന്നു, പാസ്റ്റ് ടെൻസിലാ. അപ്പൊ നീ പോലും അറിഞ്ഞിട്ടില്ല നിന്റെ പേര് എഴുതിയത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലും ദൈവവചനത്തിലും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതാൻ തുടങ്ങും. നിങ്ങളുടെ മക്കളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതി വെക്കാൻ തുടങ്ങും. അവർ ഒരിക്കലും ഒരു തിന്മയും അവരെ തൊടുകയില്ല. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരാധനയുടെ സമയത്ത് നിയോഗത്തിൽ എഴുതിയ 300 പേരുടെ പേരുകൾ ഇവിടെ ഉറക്കെ പറയുന്നത്. ആ പേര് സ്വർഗത്തിലുള്ള പേരാണ്. ഇവിടെ മാത്യു എന്ന് പറയുമ്പോൾ ആ പേര് സ്വർഗത്തിലുണ്ട്. ഇവിടെ ജോസ് എന്ന് പറയുമ്പോൾ ആ പേര് അവിടെയുണ്ട്. ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മേലൊരു വിടുതൽ വ്യാപരിക്കാതിരിക്കുകയില്ല. കാരണം എൻ്റെ പേര് ഇവിടെയുള്ള 10 പേർക്ക് പോലും അറിയത്തില്ല. പക്ഷെ എൻ്റെ പേര് ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ പുസ്തകത്തിൽ ആ പേരുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ആരാധിക്കാൻ പോവുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ഒന്നും കൂടെ കേട്ടതൊക്കെ ചെറിയ കാര്യമായി തോന്നും, പക്ഷേ ഒത്തിരി കാര്യമുണ്ട്. ആദ്യം കേട്ട കഥയൊന്നും മറക്കില്ല. ആരോ ഒരു ഫോട്ടോക്കാരൻ ക്യാമറ കൊണ്ടെടുത്ത ഫോട്ടോയാണ്. പൊട്ടിയ ചെരുപ്പും അത് വെള്ളത്തിലൂടെ കലക്ക വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നതും അതിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞ് നിൽക്കുന്നതും താഴെ എഴുതി വച്ചിരിക്കുവാണ്, ഒന്നിനെയും വില കുറച്ച് കാണല്. പൊട്ടിയ ചെരുപ്പാണേലും ആ കോഴിക്കുഞ്ഞിനെ ജീവനോടെ നിലനിർത്തിയത് ആ പൊട്ടിയ ചെരുപ്പാണ്. ഒരുപക്ഷെ ഈ കുഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇയാളാണോ പ്രസംഗിക്കുന്നത്, ഓ ഇയാളാണോ പാടുന്നത്, ഇവിടെയൊക്കെ എന്താ ഉള്ളത്, ഇവിടെ എന്ത് പ്രത്യേകതയുള്ളത്. നോക്കുമ്പോൾ ഞാനും ഒരു വള്ളി പൊട്ടിയ ചെരുപ്പാണ്. പറയത്തക്ക യോഗ്യത വീടിനോ ഒന്നിനും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നീ ആദ്യം പോയി നിന്റെ വീടിനെ നന്നാക്ക്, ആദ്യം നിന്റെ വീട്ടുകാരെ നന്നാക്ക് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ വള്ളി പൊട്ടിയ ചെരുപ്പാണെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന അറിവോടെയാണ് ഈ മൈക്കും പിടിച്ചു നിൽക്കുന്നത്. ഞാൻ വള്ളിയുള്ള പുതിയ ചെരുപ്പൊന്നുമല്ല, ഉപയോഗിച്ചാരോ എടുത്തെറിഞ്ഞു കളഞ്ഞ പൊട്ടിയ ചെരുപ്പാണ്. പക്ഷെ പൊട്ടിയ ചെരുപ്പിനും ജീവനെ രക്ഷിക്കാൻ ചിലപ്പോൾ പറ്റും. ഈ പറയുന്ന വചനം ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെ മനസ്സിനെ തൊടാതിരിക്കത്തില്ല. ഒരു തിന്മയും വരികയെന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിവാക്കല്ല, അത് ദൈവവാക്കാണ്. ആമേൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഏറ്റവും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോട്ടെ. ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി കരമുയർത്താൻ ആഗ്രഹമുണ്ട്, ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരെ, യുവതിയുവാക്കളെ, ഒന്നും തോയോ എനിക്ക് കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, എൻ്റെ വീട്ടുകാർ ശരിയല്ല, എൻ്റെ വീട് ശരിയല്ല, എനിക്ക് ഭാഗ്യമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിയ ചെരുപ്പാണ് എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നും പറയരുത്. പക്ഷെ ചിലരൊക്കെ നിന്നിലൂടെ ആയിരിക്കും കുഞ്ഞെ നാളുകളിൽ രക്ഷപ്പെടുന്നത്. മരത്തിൽ നിന്ന് വീണ ഉണക്ക ഒരു ഇലയ്ക്ക് പോലും ചെറിയ ജീവിതങ്ങളെ രക്ഷിക്കാൻ കഴിവുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കിണറ്റിലും കുളത്തിലും ഒക്കെ വീണ് കിടക്കുന്ന ഇലയുടെ മുകളിൽ ഉറുമ്പ് കയറിയിരിക്കുന്നു, ഓന്ത് കയറിയിരിക്കുന്നു. അതൊക്കെ എങ്ങനെയോ വെള്ളത്തിൽ വീണപ്പം ആ വെള്ളത്തിൽ മുങ്ങിച്ചാകേണ്ട സ്ഥാനത്ത് രക്ഷപ്പെടുത്തിയത് ആ ഉണക്ക ഇലയാണ്. ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ അപ്പച്ചന്മാരൊക്കെ ചിന്തിക്കും, ദൈവമേ ഞാനൊക്കെ പ്രാർത്ഥിച്ച വല്ലതും നടക്കുമോ? ഒരു അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എൻ്റെ കെട്ടിയവനൊരു കള്ളുകൂടിയാ, ഭയങ്കര പ്രശ്നമാണ്, സമാധാനമില്ല. എൻ്റെ മക്കളെയൊക്കെ രക്ഷപ്പെട്ടു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെക്കൊണ്ട് നടക്കുമോ? പൊട്ടിയ ചെരുപ്പാണെന്ന് തോന്നിയാലും നിന്നിലൂടെയും ചില അത്ഭുതങ്ങൾ സംഭവിക്കും കേട്ടോ. ഹല്ലേലൂയ. നമ്മളവർക്ക് സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. പൊട്ടിയ ചെരുപ്പാണെന്ന് തോന്നിയാലും ചില ജീവിതങ്ങളെ കൈപിടിച്ചുയർത്താൻ നിനക്ക് പറ്റും. ആമേൻ. നീ ഒരു ബ്ലെസ്സഡ് ആണ്. യു ആർ സോ ബ്ലെസ്സഡ്. ആമേൻ. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ പേര് മനുഷ്യനും മായ്ക്കാൻ കഴിയാത്ത വിധം ഒരു പുസ്തകത്തിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്.
നിന്റെ പേര് സ്വർഗത്തിൽ ഉണ്ട്. ആമേൻ. ഇവിടെയുള്ള പുസ്തകത്തിനകത്താണ് അതൊക്കെ ആൾക്കാർ മായ്ച്ച് കീറിക്കളയും. ഇത് ആർക്കും അത്രയും നീളമുള്ള കൈയൊന്നുമില്ല മായ്ച്ച് കളയാൻ, കീറിക്കളയാൻ. എത്ര കലക്ക വെള്ളമാണെങ്കിലും അത് തെളിയും. ആമേൻ. കണ്ണുകളടച്ച് അക്കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, മലൈ പോലെ തുമ്പം എനശൂളബോധ അത് പനി പോലും സേവവരെ എന്താ പാടിയെന്നറിയാം? മല പോലെ പ്രശ്നമുണ്ടെങ്കിലും അത് എന്നെ ശൂളം പോലെ എന്നെ ചുറ്റി നിന്നാലും അത് പനി പോലെ, അത് മഞ്ഞുപോലെ ഉരുകൂന്ന് വിശ്വസിച്ച്, മല പോലെ തുമ്പം എനശോടുമ്പോത് അത് പണി പോലെ ഉരുകിടും സേവവരെ. പറയാമോ? മല പോലെ തുമ്പം എനശോടുമ്പോത് അത് പണി പോലെ ഉരുകിടും സേവവരെ. കൺമണി പോലെന്നെ കാപ്പവരെ, ഉള്ളം കയ്യിൽ പൊരുതന്നെ നിറയ്പ്പവരെ. കൺമണി പോലെന്നെ കാപ്പവരെ, ഉള്ളം കയ്യിൽ പൊരുതന്നെ നിറയ്പ്പവരെ. നീർപോതു എൻ വാഴിലെ യേശയ്യാ, നീർപോതു എൻ വാഴിലെ. ആമേൻ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, യേശുവേ, ഈ അനുഗ്രഹയിൽ വരുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഭക്ഷണം അത് തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്നും, തൃശ്ശൂർ നിന്നും, കാസർഗോഡ് നിന്നും, കണ്ണൂർ നിന്നും, അങ്ങ് കട്ടപ്പനയിൽ നിന്നൊക്കെ, ഇടുക്കിയിൽ നിന്നൊക്കെ വാഹനങ്ങൾ സ്പെഷ്യലായ ബസ്സിലൊക്കെയായി വന്നവരുണ്ട്. സമീപത്തു നിന്ന് വന്നവരുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽവാസികളുണ്ട്, ദേശക്കാരുണ്ട്, ഇടവകയിൽ നിന്ന് വന്നവരുണ്ട്. സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഓർക്കട്ടെ ഒരു നിമിഷം. നിങ്ങളൊരു ആർസിക്കാരനോ ലാറ്റിൻകാരനോ മലങ്കരക്കാരനോ യാക്കോബോയോ ഓർത്തഡോക്സോ മാർത്തോമ ഏത് സഭയിൽപ്പെട്ട ആളുമാകട്ടെ, ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. ഞങ്ങൾ നിങ്ങളെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ, അതിനെ ഞങ്ങൾ ഒത്തിരി ബഹുമാനത്തോടെ കാണുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പെരുമാറ്റമോ വിഷമോ ഉണ്ടായെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കരുത്. കാരണം പല കാര്യങ്ങളെ കാണുകയും ഇടപെടുകയും പോവുകയും വരികയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാതെ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു എന്ന് വരിക്കും. ആ ദേഷ്യം കൊണ്ടല്ല, ചില സാഹചര്യങ്ങൾ കൊണ്ടാണ്. അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാനത് പറയുകയാണ്. ഒരുപക്ഷെ മനുഷ്യരല്ലേ, മനുഷ്യൻ്റെതായ ചില കുറവുകൾ ഉണ്ടാകാം ഇടപാടുകളിൽ. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും. അനുഗ്രഹയെ സ്വന്തം വീട് പോലെ കാണുന്നവരാ നിങ്ങൾ. ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരാ നിങ്ങൾ. ഒരു നിമിഷം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഒന്ന് ഓർത്തേ. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കണമെന്ന് പറഞ്ഞോണം. SLC +2 +1 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ പോകാൻ പരീക്ഷ എഴുതുന്നവർ, പഠിക്കുന്നവർ ഒക്കെയുമുണ്ട്. അവരുടെ ശിരസിൽ അവരുടെ ജീവിതങ്ങളെ നോക്കി എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഈ ഇന്ന് നിയോഗം വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓർത്ത് ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളിൽ വ്യാപരിക്കട്ടെ. ഒരുപക്ഷെ ഒരു കുടുംബ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളുകളുണ്ടാകാം. ഭാര്യ ഭർത്തൃബന്ധം വഴക്കിൽ അത് അസ്വസ്ഥതയായി അകന്നു നിൽക്കുന്നവരുണ്ടാകാം. കടുത്ത സാമ്പത്തിക പ്രയാസത്തിൽ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ
ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ടാകാം. അവരെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിയോഗത്തോടെ ചേർത്ത് വയ്ക്കുന്നു. മക്കൾ വഴിതെറ്റിപ്പോയല്ലോ, തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുപോയല്ലോ, അവർ ലഹരിക്ക് അടിമയാണല്ലോ, എന്തു ചെയ്യും ദൈവമേ? ഉപദേശിച്ചാൽ മനസ്സിലാകില്ല, അവർക്ക് നന്മ പറഞ്ഞാലും തിന്മയായി അവർ എടുക്കുന്നു, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിനകത്തൊരു സന്തോഷമില്ലാതെ വേദനിക്കുന്നവരുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജോലിയിൽ പ്രമോഷൻ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ലഹരിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. തടസ്സം കൂടാതെ ആ ജോലിയിൽ ആ രാജ്യത്ത് പോകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പഠിത്തത്തിൽ പുരോഗതി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അലർജി രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിനകത്ത് ഐക്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കടം വീട്ടുവാനുള്ള വഴി തെളിയാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിദേശത്ത് ജോലിക്ക് പോയി അവിടെ ഒന്നും ശരിയാകാത്ത വിധത്തിൽ വിഷമിക്കുന്നവരുണ്ട്. രോഗം സൗഖ്യമാകാൻ സ്ഥലം വിറ്റ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതായത് മകളുടെ വിവാഹം നടക്കുവാൻ ഏറ്റവും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. 100 നിയോഗങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില രോഗപീഠകൾ പോലെ വിഷമിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാമോ, യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഇന്ന് എന്നെ തൊടുന്നു. യേശുവിൻ്റെ വചനത്തിനകത്തുള്ള ആ വിടുതലിൻ്റെ ശക്തി എനിക്കൊരു വഴികൾ തുറക്കുന്നു. യേശുവിൻ്റെ അത്ഭുതം ഇന്നും എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചില അത്ഭുതങ്ങളുടെ വാതിലുകളെ ദൈവമേ തുറക്കണമേ. ഈ ജനത്തിന്റെ മേൽ ഒരു പുത്തൻ അഭിഷേകത്തെ പകരണമേ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വിടുതൽ അയക്കണമേ. അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ ഉണ്ടാകണമേ. അനേക അത്ഭുതങ്ങൾ സംഭവിക്കണമേ. അങ്ങയുടെ അത്ഭുതങ്ങൾ ഇവിടെ ആവർത്തിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് ശബ്ദമുയർത്തിയെന്ന് സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ ഈ ജനത്തിന്റെ മേൽ അങ്ങ് വർഷിക്കണമേ. ചില അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണമേ. ചില വിടുതലുകൾ ഇവിടെ സംഭവിക്കണമേ. ചില അത്ഭുത മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കണമേ. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകണമേ. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. ചില പുതിയ വഴികൾ തുറക്കാൻ ഇടവരട്ടെ. സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ. ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരമടിച്ച് ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ വിശ്വാസത്തോടെ പാടാം. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പാടാമോ? ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായ പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവൻ, പറയാമോ? സകലത്തെയും പരിപാലകനെ, സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവദാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ, കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പ്രഭുവായവനെ, ഉറപ്പുള്ള പാറയിൽ കോട്ടയുമേ, ആദിയും അന്തവുമായവനെ.
അതുകൊണ്ട് പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ ശബ്ദമുയർ പരിശുദ്ധേ കരുണാനിധിയെ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ പരിശുദ്ധനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നമുക്കൊരു നിമിഷം നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. നമ്മൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറച്ചു സമയം പ്രാർത്ഥിക്കുവാണ്. നമ്മൾ 300 പേരുടെ പേരുകളാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നലെ നമ്മൾ ഓരോ വെള്ളിയാഴ്ചകളിലും ഒരുപാട് പേരുടെ പേരുകൾ പറയുവാൻ നമുക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്. 300 പേരുടെ പേരുകളാണ് ഓരോ വെള്ളിയാഴ്ചകളിലും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കാമോ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇതൊരു പ്രോഗ്രാമല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആരുടെയൊക്കെ പേരുകൾ പറയുന്നോ അവരുടെ ജീവിതത്തിൽ ആ സമയത്തൊരു വിടുതലുണ്ടാകണമെന്നാണ് അകത്ത് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പേര് ദൈവ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ആ പേരിനകത്ത്, ആ വ്യക്തിക്കകത്ത്, ആ കുടുംബത്തിനകത്ത് അത് വിടുതലായി മാറി വരും, അനുഗ്രഹമായിട്ട് വരും. നമുക്കെല്ലാവർക്കും അതിന് മറുപടിയായി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സവിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എയ്സ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിജോ കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഭാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ്സണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റബേക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജി പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാൻ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻമേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഫോൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെയ്തന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഡിസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോർജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാങ്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റാണി മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഖിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിനോജ് കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജോ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൻസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുഷ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്ലസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രഞ്ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിമി എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനു വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജു പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബി പീറ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെയ്സൺ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാൽഫ്രഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ബിനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിനോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്ലിൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷി മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃഷ്ണ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ത്രേസ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിൻഡു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാർഗരറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജയലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജയപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിസിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിബിറ്റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമുവൽ ടീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവൻ ഡിക്രൂസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഐവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇയോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എയ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ റിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിധിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സി വി ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനു പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജൂബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജൂഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻഡ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനാലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പോൾ ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനാമികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അക്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നെൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദീപുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിനീതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിലാഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡാലിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അശ്വിൻ സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൗമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹിമ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെൽമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്രുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിബിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപർണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൽദായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എസ്തേറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെറീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സേജലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈൻ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫ് ബെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിംനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡാൽഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുഷ്പവല്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രഞ്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
ഹെലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീജായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനൂപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രേമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃപാ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോൺ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഞ്ജുഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോൻസി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടെൽനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഞ്ജന സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസ്മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏഞ്ചലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചാക്കോച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രേമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. 301 പേരുടെ നിയോഗങ്ങളാണ് സമർപ്പിച്ചത്. അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ നിയോഗ ജപമാല കൊന്ത കയ്യിലുണ്ടെങ്കിൽ കയ്യിലെടുക്കാം. നമ്മൾ ആ നിയോഗത്തിലെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ കൊന്ത എങ്ങനെയാണ് ചെല്ലണ്ടതെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഒരു വാക്ക്. ഈ കാശുരൂപത്തിൻ്റെ മുകളിലുള്ള ഒരു മുത്ത് ദിവസവും കേൾക്കുന്ന ആ വചനം ആ വിശ്വാസത്തോടെ ആ മുത്തിൻ്റെ സ്ഥാനത്ത് പറയണം. പുറപ്പാട് 14 വചനം ആ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്യും. ഈ വചനം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ആ വചനത്തോട് ചേർത്ത് വെച്ച് യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എൻ്റെ തടസ്സങ്ങൾ മാറ്റി സാധിച്ചു തരണം 33 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് നിയോഗ കൊന്തയിൽ നമ്മൾ ചെല്ലുന്നത്. ഹല്ലേലൂയ. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയായിട്ടൊക്കെ നമുക്ക് തോന്നാം. അതായത് നമ്മൾ കണ്ട ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നല്ല നാളുകൾ ഉണ്ടാകണം. നിങ്ങൾ നാളുകളിൽ കരയുന്നു എന്ന് കേൾക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാളുകളിൽ നിങ്ങൾ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. മനുഷ്യൻ എഴുതിയതും മന്ത്രവാദി പറഞ്ഞതും അല്ല ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം എഴുതിയതും ദൈവം പറഞ്ഞതുമാണ് കുഞ്ഞെ ജീവിതത്തിൽ നടക്കുന്നത്. പലരും പലതും നമ്മളെക്കുറിച്ച് എഴുതും പറയും. അതെല്ലാം കേട്ട് ഡൗൺ ആയി ഡെസ്പായിട്ട് പോകല്ല്. മനുഷ്യൻ പറഞ്ഞത് അവസാനത്തെ വാക്കല്ല, ദൈവം പറഞ്ഞതാണ് നിന്റെ ജീവിതത്തിൽ നടക്കുക. ഇവിടെ നിൽക്കുന്ന ചിലർ ചിന്തിക്കും, അയ്യോ അവർ പറഞ്ഞു കല്യാണം നടക്കത്തില്ല, അവർ പറഞ്ഞു നീ എവിടെയും എത്തത്തില്ല, അവർ പറഞ്ഞു നിനക്കെന്തോ ശാപമുണ്ട്. അതെല്ലാം വേദവാക്യം പോലെ തലയിലെടുത്ത് വയ്ക്കരുത്. ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു 72 പേരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചിട്ട് അതിൻ്റെ അപ്പുറത്തെ വചനം എഴുതിയിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഇതാ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏതു കാര്യമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി മനസ്സിൽ കൊണ്ടുവന്നത് ആ വിഷയത്തെ ഏൽപ്പിച്ചു തരാൻ പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് ഒരു വള്ളി പൊട്ടിപ്പോയൊരു ചെരുപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ വെള്ളപ്പൊക്കത്തിൽ കുറേ കമ്പും കോലും കരികളയും പ്ലാസ്റ്റിക്കും വേണ്ടാത്തതെല്ലാം ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആരോ വള്ളി പൊട്ടിപ്പോയതിൻ്റെ പേരിൽ എടുത്തെറിഞ്ഞൊരു ചെരുപ്പ്. ആ ചെരുപ്പിൻ്റെ മുകളിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നു. അതൊരു ഫോട്ടോ, ഒരു ക്യാമറമാൻ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ്: വള്ളി പൊട്ടിയ ചെരുപ്പാണെന്നും പറഞ്ഞ് അവഗണിക്കാൻ വരട്ടെ, ആ വള്ളി പൊട്ടിയ ചെരുപ്പിന് പോലും ഒരു കോഴിക്കുഞ്ഞിൻ്റെ ജീവനെ രക്ഷിക്കാൻ പറ്റി. വെള്ളത്തിൽ കിടക്കുന്ന ഇലകൾ, മരത്തിൽ നിന്ന് വീണ ഇല വെറും കരികില, വെറും ഇല. ചിലപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം അതിൻ്റെ മുകളിൽ കുറേ ഉറുമ്പുകൾ കയറിയിരിക്കുന്നു. ആ ഉറുമ്പിൻ്റെ ജീവനെ രക്ഷിക്കാനായി ഉണക്ക ഇലയ്ക്ക് പറ്റി. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് കുഞ്ഞെ ദൈവത്തിൻ്റെ മുമ്പിൽ വചനമാണ്. എൻ്റെ വചനമല്ല നിങ്ങൾ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിന് നിങ്ങൾ അനേകം ജീവിതങ്ങളെ തൊടാനുള്ള ശക്തിയുണ്ട്. പൊട്ടിപ്പോയ ഒരു ചെരുപ്പിനൊരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ദൈവസന്നദ്ധി നിൽക്കുമ്പോൾ തോന്നും, ദൈവമേ എൻ്റെ ജീവിതവും വള്ളി പൊട്ടിപ്പോയ ഒരു ചെരുപ്പാണ്, പലരും എറിഞ്ഞു കളഞ്ഞതാണ്, ഉപേക്ഷിച്ചതാണ്, തള്ളിക്കളഞ്ഞതാണ്. എൻ്റെ ജീവിത പങ്കാളി കള്ളുകൂടിയനാണല്ലോ, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാണല്ലോ. സാരമില്ല കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അനേകരുടെ ജീവിതങ്ങളെ രക്ഷിക്കാൻ. നിന്റെ ഒരു തലമുറയെ കയറ്റി ഉയർത്തി ദൈവാരാധനയുള്ള അനുഗ്രഹമുള്ള തലമുറയിൽ എത്തിക്കാൻ
നിനക്ക് പറ്റും അമ്മേ, നിനക്ക് പറ്റും. അപ്പച്ചൻ എന്ന നിലയിൽ നിങ്ങൾക്ക് പറ്റും. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. വെഞ്ചരിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കുക. ഈ സമയം എടുത്ത് കയ്യിൽ പിടിക്കാം. നിയോഗക്കൊന്ത ഉയർത്തിപ്പിടിച്ച് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം ഈ നേർച്ച ഭക്ഷണവും എണ്ണയും വെള്ളവും ആളുകൾക്ക് പ്രാർത്ഥിക്കാനായി നൽകുന്ന തൈലവും ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇടവരും. ഈ അൽത്താരയിൽ നിങ്ങളുടെ സാക്ഷ്യം ഉയർന്നു കേൾക്കാൻ ഒരു സമയമുണ്ട്. തങ്ങഞ്ഞേട്ടാ, ഇന്ന് എത്ര പേര് സാക്ഷ്യം പറഞ്ഞു എന്ന് ചോദിച്ചാൽ കണക്ക് പറഞ്ഞ 36ഓളം പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 45, 50, 35 പേര് സാക്ഷ്യം പറയണമെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവാത്മാവുണ്ട്. ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ അനുഗ്രഹിച്ചു മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇവിടെ വന്ന് കരയുന്നവരെ ദൈവം സ്വീകരിക്കുന്ന, ഏറ്റെടുക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് പറയുന്നു, നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ആ ഉയർത്തിയ കരങ്ങളോടെ ചിലപ്പോൾ നിങ്ങൾ ഒരു പാസ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇവിടുന്ന് മേടിച്ച നിയോഗ തിരിയുണ്ട്, കൽക്കുരിശിൽ മേടിച്ച എണ്ണയുണ്ട്, ഒഴിച്ച എണ്ണയുണ്ട്. സകലതും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു നേർച്ച നേർന്ന് ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ നിന്നും മൈക്കെടുത്ത് എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യം വേണം, എനിക്ക് ജോലി കിട്ടിയതിൽ ദൈവം ഇടപെട്ടതിൻ്റെ സാക്ഷ്യം വേണം, എൻ്റെ കടബാധ്യതയിലും ദൈവം വിടുവിച്ചതിൻ്റെ സാക്ഷ്യം വേണം, ദൈവം എനിക്കൊരു വഴി തുറന്നതിൻ്റെ ഒരു സാക്ഷ്യം എനിക്ക് പറയണം, എൻ്റെ രോഗസൗഖ്യമായതിൻ്റെ സാക്ഷ്യം എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിനകത്തുള്ള സകല ബന്ധനങ്ങളും വിടുവിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യം എനിക്ക് വേണം, എൻ്റെ കുടുംബം ഐക്യത്തിലായതിൻ്റെ സാക്ഷ്യം എനിക്ക് വേണം. 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കണമേ, ഇപ്പോൾ അടയാളങ്ങൾ സംഭവിക്കണമേ, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവിടെ ആവർത്തിക്കപ്പെടണമേ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ തിരുരക്തത്താൽ ഈ ജനത്തെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ തിരുരക്തത്താൽ ഇവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ നിയോഗങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ, യേശുവേ. സ്തുതിക്കുന്നു യേശുവേ. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കരമടിച്ച് പാടാം. പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റുന്നു. കരമടിച്ച് പാടിയോ. പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാനോ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടും. അതുകൊണ്ട് ഹല്ലേലൂയ.
ഹല്ലേലൂയ പാടിടും. പറയാമോ? ഹല്ലേലൂയ 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 പാടിടും. കാരണം എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. ആമേൻ. കണ്ണുകളടച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ശരീരത്തിൽ രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ആ കരം ആ വേദനയുള്ള ഭാഗത്ത് ചേർത്ത് വച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ആ ഭാഗത്ത് ഉണ്ടാകട്ടെ. ചിലർ പറയുന്നുണ്ട്, എൻ്റെ വയറിനകത്തൊരു മുഴയുണ്ട്, എൻ്റെ തലയ്ക്കകത്തൊരു ട്യൂമറുണ്ട്, അങ്ങനെ വേദനിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളും നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവശക്തി സൗഖ്യമായി വെളിപ്പെടും. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിലൂടെ സൗഖ്യമാകും, യേശുവിൻ്റെ നാമത്തിൽ അലർജി മാറും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരം സൗഖ്യമാകും, യേശുവിൻ്റെ നാമത്തിൽ ആ വേദന മാറും. നട്ടലിൻ്റെ വേദന, നട്ടൽ ബൾജ് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ശിരസ് സംബന്ധമായ പ്രശ്നങ്ങൾ, എല്ലു തേയ്മാനം, പറ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് അത്ഭുതമാകട്ടെ. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ പറയുന്നുണ്ട്, ഞാൻ പഠിച്ചു, എനിക്ക് ജോലിയൊന്നും ആയില്ല, എനിക്ക് പഠിച്ചിട്ട് എനിക്ക് എവിടെയും ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല, ജർമ്മനി പോകാൻ ആഗ്രഹിച്ചു, ആ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചു, ആ രാജ്യത്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് റിജക്റ്റ് ആകുന്നു. കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ പറ, ഞാൻ ഇതിനകത്ത് അത്ഭുതങ്ങളെ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിച്ച വിഷയം നിരാശപ്പെടേണ്ടി വരത്തില്ല. ഞാൻ ഇതിനകത്ത് അത്ഭുതങ്ങളെ കാണും. എത്ര രാവിലെ 7 മണിക്ക് ഇതിനകത്ത് വന്നിരുന്നവരുണ്ട്, ഇന്ന് നേരം വെളുത്ത് 4 മണിക്ക് ഇതിനകത്ത് കയറി ഇരുന്നവരുണ്ട്, ഇന്നലെ 12 മണിക്ക് ഈ ഹാളിനകത്ത് ആളുണ്ടായിരുന്നു. ഇത്രയും സമയം ഒന്ന് പുറത്തു പോലും ഇറങ്ങാതെ എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ച നിങ്ങൾ പറ, ഇതിനകത്ത് ഞാൻ അത്ഭുതങ്ങളെ കാണും. എൻ്റെ മകനോ മകളോ ഇങ്ങനെ ഒരു കാര്യത്തിൽ പരിശ്രമിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, മമ്മി അപ്പച്ച ഇനി എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ മകൻ അനുഗ്രഹമാക്കി മാറ്റണമേ, അവനിലാണ് ഞങ്ങൾക്ക് പ്രത്യാശയുള്ളത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കാസർഗോഡ് ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നിമിഷം ഞങ്ങൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ശാരീരികമായ പ്രതിസന്ധിയിൽ ഒത്തിരി കൃപയുള്ള ഒരു പയ്യനാണ്, ഒരു അനുഗ്രഹമുള്ള ആ മകന് വേണ്ടി, ആ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകൻ എഴുന്നേറ്റ് നടക്കണം, ആ മകൻ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ആ മകൻ ഒരു സാക്ഷ്യമായി തീരണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്ഥലം വിൽക്കാൻ മണ്ണുമായി വന്നവരുണ്ട്, ഇവിടെ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ചില അത്ഭുതങ്ങളെ കാണും കേട്ടോ. പ്രാർത്ഥിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദൈവം വഴി തുറക്കും. മനുഷ്യൻ എന്തൊക്കെ തരത്തിൽ അത് വാതിലടച്ചാലും ആ വഴി ദൈവം തുറന്നിരിക്കും. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. മന്ത്രവാദി പറഞ്ഞതോ, കൂടോത്രക്കാരൻ പറഞ്ഞതോ, ശത്രുക്കൾ പറഞ്ഞതോ, അസൂയാലുക്കൻ പറഞ്ഞതോ, എഴുതിയതോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം ദൈവം എഴുതിയതുമാ എൻ്റെ ജീവിതത്തിൽ നടക്കുക. വിശ്വാസം. എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കും? എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ലല്ലോ, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. കൈയെത്തുന്ന ദൂരത്ത് നിനക്കൊരു അത്ഭുതങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ പറ, എൻ്റെ കുടുംബത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം നടക്കും, എൻ്റെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത്രയും കാര്യമായി പ്രാർത്ഥിക്കുവാണ്. ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന ആ ഒരു തൈലത്തെ ഒന്ന് മനസ്സിൽ കണ്ട്, ഇതെന്തിനാണെന്നറിയാമോ? ഇത് കറിക്കകത്തൊഴിക്കാനും ചോറിലൊഴിക്കാനുമുള്ള ഒന്നും എണ്ണയല്ല, ഇതൊരു തൈലമാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞ് എടുത്തു പഠിക്കുന്ന ഒരു പ്രായമുള്ള കുഞ്ഞായിരിക്കാം. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ നെറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണ്? യേശുവേ, തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് എൻ്റെ ഈ മകനെ, ഈ മകളെ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കണം. അവർ അനുഗ്രഹമുള്ളൊരു തലമുറയെ നമ്മൾ വേണം വളർത്തിക്കൊണ്ടുവരുവാൻ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ഈ അനുഗ്രഹയെ ലോകാവസാനത്തോളം ദൈവത്തെ കൊടുക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുണ്യഭൂമിയാക്കി മാറ്റണമേ. അല്ലാതെ പൈസ പിരിക്കുന്ന ഒരു സമ്പത്തുണ്ടാക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറരുത്. ദൈവത്തെ കൊടുക്കുന്ന ഒരു ആരാധനാലയമായി മാറണം. മനുഷ്യൻ എത്ര കൊടുമ്പിരി കൊള്ളുന്ന പ്രശ്നത്തിൽ വരുമ്പോഴും ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം.
ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പണമല്ല, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൂരെ നിന്ന് വന്നവരെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഇടുക്കിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ്, കണ്ണൂർ, എല്ലാ ഭാഗത്തും വന്ന് നിങ്ങളുടെ തിരിച്ചുള്ള യാത്രകളിലെ ആ യാത്ര ബസ്സിലാകട്ടെ കാറിലാകട്ടെ ലക്ഷ്യ വീടെത്തുന്നത് വരെ ദൈവത്തിൻ്റെ ഒരു കരുതൽ. അവിടെ എത്തുമ്പോൾ വണ്ടി കിട്ടുമോ, തിരിച്ച് വീട്ടിലെത്താൻ പറ്റുമോ, നിങ്ങൾ സുരക്ഷിതമായി വീട്ടിലെത്തും. കാരണം നിങ്ങൾ കേട്ടിട്ട് പോകുന്നത് വചനമാണ്. ഒന്നും ഒരു തിന്മയും നിങ്ങൾക്ക് വരികയില്ല, ഒരനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല. ഈ 2 ദിവസം മാറ്റിവെച്ചത് നഷ്ടമായി പോകണ്ടായിരുന്നു എന്നൊരു കുഞ്ഞു പോലും പറയില്ല. എൻ്റെ സാക്ഷ്യത്തെ ഈ അൽത്താരയിൽ ഈ ജോയിച്ചേട്ടൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളൊരു സാക്ഷ്യത്തെ പറയേണ്ട ഒരു സമയവും സാഹചര്യവും വരും. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ കമഴ്ത്തി പിടിക്കാമോ? എന്നിട്ട് ആ തൈലം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പുരട്ടി പ്രാർത്ഥിക്കണം. അടുത്ത വെള്ളിയാഴ്ചയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള തൈലങ്ങൾ കൊടുക്കും. അറിഞ്ഞു കേട്ട് ഒരുപാട് പേര് വരും, അവർക്ക് ഞങ്ങൾ തൈലം കൊടുക്കും. കാരണം ഒരു തലമുറയെ നമ്മുടെ പ്രാർത്ഥന വേണ്ട രക്ഷിച്ചെടുക്കണം. ഒരു കരികലയ്ക്ക് പോലും വെള്ളത്തിൽ കിടക്കുന്ന ഉറുമ്പിനെ രക്ഷിക്കാൻ പറ്റൂലേ? പൊട്ടിയ ചെരുപ്പിന് ഒരു കോഴിക്കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലേ? പിന്നെയാണോ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനേകരെ രക്ഷിക്കാൻ പറ്റില്ലേ? അനേകരെ ഉയർത്താൻ പറ്റില്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്വരമുയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ഇതിനുശേഷവും ഞങ്ങളെല്ലാ വൈദികരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെയുണ്ട്. ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കണം. ഇപ്പോൾ തോമസ് അച്ഛനായാലും സോജനച്ഛനായാലും ഞങ്ങൾ വൈദികരാര് ശിരസിൽ കരങ്ങൾ, നിങ്ങളുടെ ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് ഈ വൈദികൻ്റെ കരം ദൈവകരത്തിന് തുല്യമാണ്. ആ കരം എൻ്റെ പ്രാർത്ഥന അനുഗ്രഹമായത് മാറണം. അതങ്ങനെ പറഞ്ഞത് സ്വീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ വൈദികൻ തന്നെ അടുത്ത ശുശ്രൂഷകൻ എണ്ണ എടുത്തു തരും. ആ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെയെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കാണാൻ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷകൾക്ക് ശേഷം ഞങ്ങൾ നിങ്ങളെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇന്ന് രാവിലെ നമ്മൾ ഏകദേശം 5:30 പ്രാർത്ഥനകൾ ആരംഭിച്ചത്. അപ്പോൾ ഈ സമയം മറ്റൊന്നിനും മാറ്റിവെക്കാതെ ഈ സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1-2 അറിയിപ്പുകൾ ശ്രദ്ധിക്കാമോ? 2 മാസം കൊണ്ട് നമ്മുടെ ഈ അനുഗ്രഹയിൽ വന്ന കത്തുകൾ 2856 എണ്ണമാണ്. അതിൽ വിദേശത്ത് നിന്ന് വന്നത് 800 കത്തുകളാണ്. എല്ലാ കത്തുകൾക്കും ഇന്ത്യയിൽ ഈ വിദേശത്തല്ലാത്ത എല്ലാ കത്തുകൾക്കും മറുപടി അയച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കത്തുകൾക്ക് വേണ്ടി വാട്സപ്പിലൂടെ ഇമെയിലിലൂടെ അല്ലാതെ എല്ലാ കത്തുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഈ ആലയത്തിൽ ശരിക്കും ഒരു തീർത്ഥാടന കേന്ദ്രം പോലെ ദൈവം അതുപോലെ ഇടപെടുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. കാരണം എല്ലാ ദിവസവും 100-ലധികം ആളുകൾ ഇവിടെ വരികയും എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. പല ആഘോഷങ്ങൾക്ക് വരുമ്പോഴും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അനുഗ്രഹമായി അതിനെ കാണുന്നു. കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി, അത് കുരിശിൽ എണ്ണയൊഴിച്ച് അതിലെഴുതി പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശ്വാസമായും അനുഗ്രഹമായും മാറുന്നു. വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന വ്യാഴാഴ്ചകളിൽ ചെല്ലുന്നത് ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളിലേക്ക് അത് നയിക്കുന്നു. ദിവികാരുണ്യ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹത്തോടെയാണ് ഓരോരുത്തരും ഇവിടുന്ന് മടങ്ങുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ അനുഗ്രഹം ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണം.